ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകളാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ പൊളിഞ്ഞു വീഴുന്നത്. സ്മാർട്ട് ക്രിയേഷൻ അഭിഭാഷകന്റെയും ശബരിമലയിൽ സ്വർണം അടിച്ചുമാറ്റിയെന്ന് കരുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ആരോപണങ്ങളെ ബ്രേക്കിംഗ് വെളിപ്പെടുത്തലായി അവതരിപ്പിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു. അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ സാധ്യതയുള്ള ഇവരുടെ വാക്കുകളെ വെളിപ്പെടുത്തലെന്ന രീതിയിലാണ് ഏഷ്യാനെറ്റ് വാർത്ത നൽകിയത്. ശില്പപാളി വിവാദം ആളിക്കത്തിക്കുന്ന തരത്തിലായിരുന്നു സ്മാർട്ട് ക്രിയേഷൻ അഭിഭാഷകന്റെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് നടത്തിയ പ്രതികരണം. അഭിഭാഷകന്റെ പ്രതികരണത്തെ വലിയ വാർത്തയായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിച്ചത്. എങ്ങനെയാണ് ഈ സ്വർണം ചെമ്പായി മാറുന്നത്? ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിലാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിട്ടുള്ള ആൾ തുറന്നു പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ സ്വർണം പൂശിയിട്ടുള്ള വസ്തുക്കൾ ഞങ്ങൾ എടുക്കാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ ഇത്തരം സ്വർണം വീണ്ടും പൂശി കൊടുക്കുന്ന പണികൾ ഞങ്ങൾ ചെയ്യാറില്ല. പൂർണ്ണമായും അത് മറ്റൊരു ലോഹമായി, അതായത് ഒരു ബെയർ മെറ്റലായി ഞങ്ങൾക്ക് അരികിലേക്ക് എത്തുന്ന വസ്തുക്കളിലാണ് ഞങ്ങൾ സ്വർണം പൂശാറുള്ളത് എന്നുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷന്റെ സ്വന്തം ചാനൽ പിന്നീട് വാർത്ത നൽകിയത് ഇങ്ങനെ. ഇതിൽ ആദ്യം പറഞ്ഞിരുന്നത് സ്വീകരിച്ചത് തനി ചെമ്പാണ് സ്വീകരിച്ചതെന്ന് പറയുന്നത്, പക്ഷേ അത് കളവാണെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻ അഭിഭാഷകനെ ഉയർത്തിക്കാട്ടിയത്. പിന്നീട് വിജിലൻസ് അന്വേഷണമാണ് സ്മാർട്ട് ക്രിയേഷനെ തുറന്നു കാട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകളെയും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ആദ്യം ഉയർത്തിപ്പിടിച്ചത്. അപ്പോ എന്റെ മനസ്സിൽ അത് അവിടെ കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതിപ്പം അവിടെ ഈ കൊണ്ടുപോയ ആൾക്കാരും എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ അപ്പം അവരത് അവിടെ കൊടുത്തു, അവര് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അപ്പൊ അതിലൊരു ക്ലാരിറ്റി കുറവാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം കൂട്ടുപ്രതിയാകുമോ സ്മാർട്ട് ക്രിയേഷൻ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തുകൊണ്ട് ആരോപണ വിധേയരായ രണ്ടുപേരുടെയും വാക്കുകളെ ഏഷ്യാനെറ്റ് ന്യൂസ് വെളിപ്പെടുത്തൽ നിലയിൽ വാർത്ത നൽകി. മാധ്യമന്വേഷണം വസ്തുതാപരമാകണം. വിജിലൻസ് അന്വേഷണത്തെ വഴിതെറ്റിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് വലിയ രീതിയിൽ നൽകിയത്. മാധ്യമങ്ങൾ വിധി പ്രസ്താവിക്കരുതെന്ന കോടതിയുടെ നിരീക്ഷണം ഇവിടെ പ്രസക്തമാകുകയാണ്. ന്യൂസ് പത്തനംതിട്ട.